നമസ്കാരം. ADGP MR അജിത് കുമാറിനെതിരെയുള്ള വെളിപ്പെടുത്തലുകൾക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇന്നലെയായിരുന്നു PV അൻവർ MLA കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയ്ക്കായി സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിലേക്ക് PV അൻവർ എത്തുകയും ചെയ്തു. ADGPക്കെതിരെയുള്ള അന്വേഷണ സംഘത്തിൽ തൃപ്തിയുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രിയെ കാണട്ടെ എന്നായിരുന്നു അൻവറിന്റെ മറുപടി. ഇന്നലെ വീണ്ടും ADGPക്കെതിരെ രംഗത്തെത്തിയ അൻവർ വെളിപ്പെടുത്തലുകൾ താൽക്കാലികമായി നിർത്തുകയാണെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടെ ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആരോപണങ്ങൾ അന്വേഷിക്കുകയും എന്നാൽ ADGPക്കെതിരായ അന്വേഷണത്തിന് താഴെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഇതിലെ മറ്റൊരു വാസ്തവം. പൊതുവേദിയിൽ അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി 11 മണിക്കൂർ നീണ്ട അന്തർനാടകങ്ങൾക്കൊടുവിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിശ്ചയിച്ച് വാർത്താക്കുറിപ്പിറക്കിയത്. ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാമെന്നും വിശദമായ അന്വേഷണം വേണമെന്നും രേഖാമൂലം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുമായിരുന്നു MR അജിത് കുമാർ വ്യക്തമാക്കിയത്. പക്ഷേ തീരുമാനം വന്നപ്പോൾ അന്വേഷണ സംഘം മാത്രമായിരുന്നു ഉണ്ടായത്. ക്രമസമാധാന ചുമതലയുള്ള ADGPയും ആരോപണ വിധേയനായ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും തൽസ്ഥാനത്ത് ഇരിക്കെയാണ് ഇവർക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥർ അടങ്ങിയ സംഘത്തിന് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. ഈ അന്വേഷണം പ്രഹസനമാകുമെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ വ്യക്തമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. മൊഴിയെടുപ്പും തെളിവെടുപ്പും അടക്കം പ്രതിസന്ധിയിലാകുമെന്ന് പ്രതിപക്ഷം വിലയിരുത്തുന്നുണ്ട്. MR അജിത് കുമാറിനെതിരെ PV അൻവർ ഉയർത്തിയത് ഫോൺ ചോർത്തൽ, കൊലപാതകം, സ്വർണ്ണക്കടത്ത് സംഘമായുള്ള ബന്ധം ഉൾപ്പെടെയുള്ള ഗുരുതരമായ ചില കാര്യങ്ങളായിരുന്നു. അപ്പൊ തന്നെ ഈ വിഷയത്തിന്റെ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.